അപ്പോഴേ നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകള് മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. മകളെന്ന് പറയുമ്പോൾ ഇളയ കുട്ടി ഹൻസിക. കൃഷ്ണകുമാർ ഫാമിലി ഏത് സമയവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാമിലി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. 3-4 പെൺപിള്ളേരുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ഒന്ന് എപ്പോഴും ഏറി തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഇളയ മകളായ ഹൻസിക ഒരു മാപ്പുമായി വന്നിട്ടുണ്ട്. ഇതിനോടകം പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. Everyone, this is Hansika. I hope you are all doing well. About 3 weeks ago, a situation occurred involving a video shared through my Instagram subscription features. Looking back, it was a careless and silly decision from my side. കാരണം കുറച്ച് ദിവസം മുന്നേ കൃഷ്ണകുമാറിന്റെ മകളായ ഹൻസിക കൃഷ്ണയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചി ഇമ്മാതിരിയൊക്കെ കാണിക്കുമെന്ന് അന്താളിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നത്. നമ്മളൊക്കെ വെച്ച് ഇതെന്ത് കൂത്തടയെന്നൊക്കെ വിചാരിച്ചു. കാരണം വരുന്നു, ഷർട്ട് ഊരുന്നു, കാണിക്കുന്നു, വീണ്ടും ഷർട്ട് ഊരുന്നു, കാണിക്കുന്നു, പിന്നെ ആ ഇരിപ്പും സ്റ്റൈലും അങ്ങനെ പല കാര്യങ്ങളും പല ഭാഗങ്ങളും ഒക്കെ സബ്സ്ക്രിപ്ഷനുള്ളവരെ കാണിച്ച് മിടുക്കി 1500-ൽ നിന്നും പെട്ടെന്ന് 3500-ലേക്ക് വളർന്നു. അതായത് 1500 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് 399 രൂപ എന്തോ ആണ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. അപ്പോൾ ആ 399 1500-ൽ നിന്നും പെട്ടെന്ന് 3500-ലെത്തി. ലക്ഷങ്ങളല്ലേ വന്ന് മറിഞ്ഞത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ പല സെലിബ്രിറ്റികളല്ലാത്ത സ്ത്രീകളും ഈ സബ്സ്ക്രിപ്ഷൻ വഴി കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ കൊച്ചിനൊരു പൂതി. അപ്പോൾ ഈ ഒരു വീഡിയോ ലീക്ക് ആയപ്പോഴത്തേക്ക് സർവ്വ റിയാക്ഷൻ വീഡിയോസുകാരും എടുത്ത് വീഡിയോ ചെയ്ത്. അപ്പോൾ സഹിക്കുമോ? അച്ഛനും മോളും കൂടെ ഈ റിയാക്ഷൻ വീഡിയോക്കാർക്കെതിരെ അങ്ങ് പ്രവർത്തിച്ചു. പല ചാനലുകൾക്കും സ്ട്രൈക്ക് കൊടുക്കുകയും ചാനലിന് ദോഷം വരുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ള രീതിയിൽ പല റിയാക്ഷൻ വീഡിയോക്കാരും മുന്നോട്ട് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഈ ഒരു കൃഷ്ണകുമാർ ഫാമിലി ഈ സബ്സ്ക്രിപ്ഷൻ വിവാദത്തിൽ നിറഞ്ഞു നിന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇളയ കൊച്ചത്തെ മാപ്പുമായി വന്നിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചൊരു തെറ്റാണ്, പിന്നെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആ ഒരു സബ്സ്ക്രിപ്ഷനെ ചൊല്ലിയിട്ട് എനിക്കറിയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാനതിൽ ചെയ്തു പോയി, എന്നോട് എല്ലാവരും ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഇത്രയും അധികം ആൾക്കാർ പെട്ടെന്ന് വന്നു. അപ്പം അവർ തന്ന 399 രൂപ വെച്ചിട്ട് ലക്ഷങ്ങൾ വന്ന അക്കൗണ്ടിലേക്ക്. അപ്പോൾ ആ ഒരു പൈസ ഈ സബ്സ്ക്രിപ്ഷൻ വഴി തുണി ഉരിഞ്ഞു കാണിച്ച ക്യാഷ് എൻ്റെ കുടുംബത്തിന് വേണ്ട, എനിക്കും വേണ്ട. അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹൻസിക കൃഷ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാന്? ചാരിറ്റി. ഈ കിട്ടിയ പൈസ ചാരിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൻസിക കൃഷ്ണയുടെയും കുടുംബത്തിൻ്റെയും പ്ലാൻ. അപ്പം അതും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റ് രൂപേണ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. വേണമല്ലോ, തിന്നുന്നതും തുപ്പുന്നതും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കണം. അതിൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെയെല്ലാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ലക്ഷങ്ങൾ ഏതോ ഒരു ചാരിറ്റി ട്രസ്റ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം വേറൊന്നുമല്ല കേട്ടോ. ഇത്രയധികം ആൾക്കാർ 399 രൂപ വെച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുന്നുണ്ട്, 6-7 ലക്ഷത്തിന് മേലെ വരുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ലക്ഷങ്ങൾ ഇത്രയും അധികം ആൾക്കാർ ഇവരുടെ ആരുടെയെങ്കിലും മുന്നിൽ ഒരാൾ വന്ന് കൈ നീട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണമില്ലെന്ന് പറഞ്ഞാലോ, എന്തെങ്കിലും വീട് ജപ്തിയാവുന്നു എന്ന് പറഞ്ഞാലോ, എന്ത് പറഞ്ഞാലും ഒരൊറ്റ നയ പൈസ ഇവന്മാർ കൊടുക്കില്ല. ഇവന്മാർ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ശരീരഭാഗം കാണിക്കണം, ആ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ. അപ്പോൾ കണ്ട പെണ്ണുങ്ങൾ ശരീരം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ ക്യാഷ് ഏതോ ഒരു ചാരിറ്റി ട്രസ്റ്റിന് കൊടുക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ എങ്ങനെ വന്ന ക്യാഷ് ആണെങ്കിലും ഒരു ചാരിറ്റി ട്രസ്റ്റിന് കൊടുക്കുമ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്, അവർക്കത് വിനിയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ ഹൻസിക കൃഷ്ണയുടെ മാപ്പ് അതും വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നൊരു മാപ്പ് പറച്ചിൽ നടത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ വില കുറച്ച് കാണത്തില്ല കേട്ടോ, വില കുറച്ച് കാണാൻ പാടില്ല. കാരണം പറ്റിയ തെറ്റിന് എത്ര വലിയ കൊടും ക്രൂരത നമ്മൾ ചെയ്താലും മനസ്സിരുത്തി നമ്മളത് പശ്ചാത്തപിച്ചു, നമുക്ക് തെറ്റാണെന്ന് തോന്നി അങ്ങനെ വന്നൊരു മാപ്പ് പറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പോൾ അങ്ങനെ ഹൻസികയുടെ മാപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറ്റവും പുണ്യപ്രവൃത്തിയല്ലേ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിലും സന്തോഷം തന്നെ. പക്ഷെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചാരിറ്റിയുടെ മറവിലെങ്കിലും ആ ചെയ്ത തെറ്റ് മാഞ്ഞു പോകട്ടെ. അപ്പോൾ എന്തായാലും അത് കൊടുക്കണം കേട്ടോ. ഈ കൊടുക്കും എന്നൊരു പോസ്റ്റ് ഇട്ടാൽ പോരാ, കൊടുക്കുക കൂടി വേണം. അപ്പോൾ എന്തായാലും ഒരുപാട് പെണ്ണുങ്ങൾ, ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് പെണ്ണുങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടുന്ന പൈസയുടെ ഒരു പങ്ക് ചാരിറ്റിക്ക് കൊടുക്കാൻ പോകുന്നു. ചാരിറ്റിയൊക്കെ ഇപ്പോൾ ഇത് ഏത് ലെവലിലേക്ക് പോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
അതായത് പണ്ടൊക്കെ ആൾക്കാർ ചാരിറ്റി കൊടുക്കുന്ന അവനവൻ കഷ്ടപ്പെട്ട് വിയർത്തിട്ടുണ്ടാക്കുന്ന പൈസയുടെ ഒരു അംശം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉള്ളവരുടെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുകയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായം ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ചാരിറ്റി ട്രസ്റ്റിന് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഈ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ ഈ ഒരു ചാരിറ്റിയിലേക്ക് വന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതും അവർക്കിങ്ങനെ പോയി വിയർത്തിട്ട് കാശുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ശരീരം കാണിച്ചിട്ടും തൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് അവർ ആസ്വദിച്ചിട്ട് അവർ കൊടുക്കുന്ന പൈസ അത് ചാരിറ്റിയിലേക്ക് കൊടുക്കാൻ നല്ല മനസ്സുള്ള ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ കൃഷ്ണകുമാറിൻ്റെ മകളെ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ, വേറെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾ പറ്റിയൊരു തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ ചാരിറ്റിക്ക് കൊടുക്കുന്നു. ഇനി ഈ സബ്സ്ക്രിപ്ഷൻ തുടരുമോ, ചാരിറ്റിക്ക് വേണ്ടി തുടരുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷെ പല ആൾക്കാരും പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്ന മാസങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന വലിയ ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് കിട്ടുന്ന ഒരു അംശം ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കാണുന്ന ഇത് കേൾക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഓഡിയൻസ് നമ്മൾ പറയണം, അയ്യോ അവരുടെ ശരീരം കാണിച്ചിട്ടാണെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ ഒരു മനസ്സ്, നമ്മൾ ആ മനസ്സ് കാണാതെ പോകരുത് എന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ട് കിട്ടുന്നത് എന്താ, അവൾ ചെയ്യുന്നത് തെറ്റല്ല, ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ, എങ്ങനെയെങ്കിലും അവർ സഹായിച്ചോട്ടെ, സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്ന ഒരു പങ്ക് സഹായിക്കുന്നുണ്ടല്ലോ, അങ്ങനെ സിമ്പതിയായി അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഒരു പരിവേഷം, ഒരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ദൈവദൂതനെന്നോ ദൈവദൂതയെന്നൊക്കെ വിളിക്കാം. ശരീരം കാണിച്ചിട്ടാണെങ്കിലും ആൾക്കാർ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഇപ്പം ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനും ചാരിറ്റിയും കൊള്ളാല്ലേ, കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ പുതിയ വളർച്ചയും ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതത്തോടെ ഇങ്ങനെ നമ്മൾ പലരും നോക്കി നിൽക്കുകയാണ്. ന്യൂജൻ പിള്ളേരുടെ വളർച്ച, ന്യൂജൻ പിള്ളേരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ചിന്താഗതി, വലിപ്പം, ഇതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ വിശേഷങ്ങൾ. എന്തായാലും കൃഷ്ണകുമാറും ഫാമിലിയും പുതിയ വിവാദങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ദിയ കൃഷ്ണയാണ്. ഈ അഹാന ഒരു നടിയാണെങ്കിലും അത്രയധികം വിവാദങ്ങളിൽ വന്ന് പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അഹാന. അപ്പം ഹൻസിക ഈ ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല. അപ്പം പറ്റിയ തെറ്റിന് മാപ്പ് പറയുകയും അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ചാരിറ്റിക്ക് കൊടുക്കാൻ കാണിച്ച മനസ്സിനെയും നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇനിയും വരും ദിവസങ്ങൾ എന്താകും ഏതാകും, കൂടുതൽ പേർ ചാരിറ്റിക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.